മഹാഭാരത ഗാഥ തുടരുകയാണ്. കണ്ണുനീരിൻ്റെ മഹാസാഗരങ്ങൾ. കുരുക്ഷേത്രം എന്ന ശ്മശാനഭൂമി അത് നീണ്ടു നിവർന്നു കിടന്നു. ആളും ആരവവും ഒടുങ്ങിയ യവനികയില്ലാത്ത അരങ്ങുപോലെ കുരുക്ഷേത്രം. യുദ്ധാനന്തരം കാണപ്പെട്ട കുരുക്ഷേത്രത്തിൻ്റെ ഭയാനകമായ ചിത്രം സ്ത്രീപർവത്തിലെ 16 മുതൽ 25 വരെയുള്ള 10 അധ്യായങ്ങളിൽ ഇതിഹാസം വരച്ചു വയ്ക്കുകയാണ്. വിശ്വസാഹിത്യത്തിൽ തന്നെ അപൂർവമായ യുദ്ധാനന്തര രണഭൂമിയുടെ അനുപമ വർണ്ണനയാണ് അത്. അവിടെ ഇപ്പോൾ അലങ്കാരമന്ദിരങ്ങളില്ല, രാജകീയ കൈനിലകളുടെ ആലഭാരങ്ങളില്ല. രാജകുമാരന്മാർ സേനകളുമായി നാനാദേശങ്ങളിൽ നിന്നും വന്നെത്തി പാർത്ത ശിബിരങ്ങളില്ല. ചുറ്റും ഇടിഞ്ഞുപൊളിഞ്ഞ വെൺമാടങ്ങളുമായി കുരുക്ഷേത്രം കിടന്നു. അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ കുന്നുകൂടിക്കിടന്നു. പഴയ കുരുക്ഷേത്രത്തിനു മീതെ കാലഘട്ടത്തിൻ്റെ കറുത്ത തിരശ്ശീല വീണുകിടന്നു. ഇത് കുരുക്ഷേത്രം എന്ന ശ്മശാനഭൂമിയുടെ നേർക്കാഴ്ച. മഹായുദ്ധരംഗങ്ങൾ അരങ്ങേറിയ രണഭൂമിയുടെ പുതിയ മുഖം. 18 ദിവസങ്ങൾ കൊണ്ട് കുരുക്ഷേത്രം ഒരു പ്രേതഭൂമിയായി മുഖം മാറി. കാലത്തിൻ്റെ പരിണാമചരിത്രത്തിലെ നിഴലിടം. നിണച്ചാലുകൾ താണ്ടി വംശഹത്യകളാൽ കെട്ടിയുയർത്തിയ സാമ്രാജ്യങ്ങളുടെ ഇരുണ്ട രൂപകം. രാഗദ്വേഷങ്ങളും ലോഭമതമോഹമാത്സര്യങ്ങളും തിമർക്കുന്ന മാനവഹൃദയഭൂമിയുടെ പ്രതീകം. വാഹനങ്ങളും ആയുധങ്ങളും മൃതശരീരങ്ങൾക്കിടയിൽ ചിലയിടത്ത് കുന്നുകൂടിക്കിടന്നു, ചിലയിടത്ത് അവ ചിന്നിച്ചിതറിക്കിടന്നു. മൃഗങ്ങളുടെ ശരീരങ്ങൾ വേറെ. പ്രേതഭൂമിയുടെ ആകാശത്ത് കഴുകന്മാർ അവയുടെ തിളങ്ങുന്ന കണ്ണുകളുമായി വട്ടമിട്ടു പറന്നു. ശവം തീനി മൃഗങ്ങൾ കലമ്പൽ കൂട്ടി ശ്മശാനഭൂമിയിൽ മേഞ്ഞു നടന്നു. വ്യക്തിവധങ്ങളും വംശഹത്യകളും താണ്ഡവമാടിയ യുദ്ധഭൂമിയിലേക്ക് ഗാന്ധാരിയുടെ കൂടെ ദുഃഖിതകളായ ഭാരത സ്ത്രീകൾ എത്തിക്കൊണ്ടിരുന്നു. മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ അവർ എത്തുകയായിരുന്നു. കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഗാന്ധാരിയുടെ വാക്കുകളിലൂടെ ഇതിഹാസം യുദ്ധഭൂമിയുടെ നരകസമാനമായ ദൃശ്യങ്ങൾ പകർത്തിവെക്കുകയാണ്. യുദ്ധം ഭൂമിയിൽ വിതച്ച ദുരിത വിത്തുകളും അവയുടെ വിഷഫലങ്ങളും സ്ത്രീപർവത്തിൽ ഇതിഹാസം ആലേഖനം ചെയ്യുകയാണ്. ഭാരത ഇതിഹാസത്തിലെ സ്ത്രീപർവം യുദ്ധമനാഥമാക്കി കശക്കിയെറിഞ്ഞ പെണ്ണിൻ്റെ കണ്ണുനീരിൻ്റെ കഥ പറയുന്നു. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ദുരിതപർവങ്ങളുടെ പ്രഭവ കേന്ദ്രമാണ് യുദ്ധം എന്നറിയാമായിരുന്നിട്ടും മരണത്തിൻ്റെ ആരാധകർ യുദ്ധധീരതയുടെ വീരാപദാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. വാമൊഴിയിലൂടെ വരമൊഴിയിലൂടെ ആ നരകാനുഭവങ്ങളൊക്കെ ലോകം അറിഞ്ഞു. പ്രതിഭാധനരായ എഴുത്തുകാർ അത്തരം രചനകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടിരുന്നു. ചോരയും കണ്ണുനീരും നിറഞ്ഞ യുദ്ധവും യുദ്ധാനന്തര സംഭവങ്ങളും സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിൽ പ്രത്യക്ഷപ്പെട്ടു. യുദ്ധസങ്കീർത്തനങ്ങൾ നിറഞ്ഞു. രോമഹർഷണങ്ങൾ ഉണർത്തുന്ന യുദ്ധരംഗദൃശ്യങ്ങളുടെ ആഖ്യാനത്തിന് പ്രാധാന്യം കിട്ടി. യുദ്ധത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അനാഥരായ വിധവകളും അവരുടെ കുഞ്ഞുങ്ങളും വിസ്മൃതരായി. ഭാരത ഇതിഹാസത്തിലെ ഗാന്ധാരിയുടെയും വിലപിക്കുന്ന ഭാരത സ്ത്രീകളുടെയും ദുരന്ത പരമ്പരകൾ പൊന്നിനും മണ്ണിനും പെണ്ണിനും വേണ്ടി മനുഷ്യൻ അതുവരെ വെട്ടിയ സങ്കരങ്ങളിൽ നിരാലംബരായിപ്പോയ സ്ത്രീ സമൂഹത്തെ പ്രതീകവൽക്കരിക്കുന്നു. ഗാന്ധാരിക്ക് യുദ്ധക്കളം ദൂരത്തുനിന്ന് കാണാൻ കഴിഞ്ഞു എന്നും വ്യാസൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ആ സിദ്ധി ലഭിച്ചെന്നും ഇതിഹാസം. ഗാന്ധാരി യുദ്ധാനന്തര കുരുക്ഷേത്രത്തിലെ അതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ടു. 100 മക്കൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട അമ്മ തന്നെയാണ് ആ രണഭൂമിയുടെ ഭയാനക കാണേണ്ടത് എന്ന് ഇതിഹാസരൻ രണഭൂമിയുടെ ഭയാനകത കാണേണ്ടത് എന്ന് ഇതിഹാസകാരൻ നിശ്ചയിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ അനോപമമായ ഭാവനയുടെ സൃഷ്ടിയാണത്. മരിച്ചവരൊക്കെ പുരുഷന്മാർ. അവരിൽ ഭർത്താക്കന്മാരുണ്ട്, സഹോദരന്മാർ, പിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, കമിതാക്കൾ എല്ലാവരുമുണ്ട്. അസ്ഥികോശങ്ങൾ ചിന്നിയ ജീവനറ്റ ശരീരങ്ങൾ യുദ്ധഭൂമിയിൽ കിടന്നു. ചോര കട്ടപിടിച്ച യുവാക്കളുടെ മൃതശരീരങ്ങൾ, തലയറ്റ ഉടലുകൾ, ഉടലില്ലാത്ത തലകൾ, ആയിരക്കണക്കിന് അശ്വങ്ങളുടെയും ആനകളുടെയും ജീവനറ്റ ശരീരങ്ങൾ,
കുരുക്ഷേത്രത്തിൽ ശവന്തീനി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഉത്സവകാലം. കുറുക്കൻ, കൊക്ക്, കാട്ടുകാക്ക, കഴുകൻ, കങ്കം തുടങ്ങിയ ശവന്തീനി മൃഗങ്ങളും പക്ഷികളും യുദ്ധഭൂമിയിൽ ഇരമ്പിയാർത്തു. ഗാന്ധാരിയുടെ കൂടെ ധൃതരാഷ്ട്രനും യുധിഷ്ഠിരനും കൃഷ്ണനും നിന്നു. പിന്നെ വിലപിക്കുന്ന പത്നിമാർ, അമ്മമാർ. യുദ്ധഭൂമിയിൽ സഹധർമ്മിണിമാർ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പുണർന്ന് വിലപിച്ചുകൊണ്ടിരുന്നു. ഓരോ കാഴ്ചയും ഗാന്ധാരി ഒപ്പിയെടുത്ത് കൃഷ്ണനെ വിളിച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണൻ്റെ ഒരു പ്രതികരണവും ഇതിഹാസം വ്യക്തമാക്കുന്നില്ല. ധൃതരാഷ്ട്രനോ യുധിഷ്ഠിരനോ ഒന്നും പറയുന്നില്ല. ഗാന്ധാരി എന്ന അമ്മയുടെ അഗാധമായ നിസ്സീമമായ മഹാസങ്കടങ്ങൾക്കാണ് പ്രാധാന്യം. ആ സങ്കടങ്ങളിൽ മറ്റുള്ളവരുടെ യാതനകളുടെ കഥകളും ഉൾപ്പെടും. ശവന്തീനി പക്ഷികളും മൃഗങ്ങളും കൊത്തിയും കടിച്ചും മൃതദേഹങ്ങൾ കൂടുതൽ വികൃതമാക്കിക്കൊണ്ടിരുന്നു. മൃത്യുവിൻ്റെ ഭയാനകമായ സംഹാര താണ്ഡവത്തിൽ വീർപ്പുമുട്ടി കുരുക്ഷേത്രം കിടന്നു. ബീഭത്സമായ ദൃശ്യങ്ങൾ. വീണുകിടക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരുന്നു. വിലാപങ്ങളുടെ ഘോഷയാത്ര. ഗാന്ധാരിയും കൂടെയുള്ള സ്ത്രീകളും പ്രിയപ്പെട്ടവരുടെ ഓരോ ജഡം കാണുമ്പോഴും ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. യുദ്ധഭൂമി വിലാപഭൂമിയായി പരിണമിച്ചു. ചിലർ ഭീതിതമായ കാഴ്ചകൾ കാണാനാകാതെ കണ്ണുകൾ പൊത്തിക്കരഞ്ഞു. ഗാന്ധാരി ഓരോ ദൃശ്യവും കാണുമ്പോൾ ദുഃഖം സഹിക്കാൻ കഴിയാതെ കൃഷ്ണനെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. കൂടെയുള്ളവരും ആർത്തു വിളിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു. ഗാന്ധാരിയുടെ സ്നുഷകൾ 100 പുത്രന്മാരുടെ പത്നികൾ നിർത്താതെ നിലവിളിച്ചു. അമ്മ എന്ന നിലയിൽ ആ കാഴ്ച ഗാന്ധാരിക്ക് കണ്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. 18 ദിവസം കൊണ്ട് അവരൊക്കെ വിധവകളായി. അവരുടെ മക്കൾ അനാഥരായി. മഹായുദ്ധത്തിൻ്റെ സമ്മാനം. മരണത്തിൻ്റെ വ്യാപാരികൾ ആവേശത്തിമർപ്പിൽ അത്തരമൊന്ന് ആലോചിച്ചിരിക്കില്ല. വിധവകൾ ഭർത്താക്കന്മാരുടെ ശവശരീരങ്ങളെ തൊട്ടുഴിഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ നിലവിളികൾ അന്തരീക്ഷത്തെ പിളർന്നു. ദ്രോണനും കർണനും സൗഭദ്രനുമൊക്കെ കുരുക്ഷേത്രത്തിൽ അനാഥരായി കിടന്നു. അവരുടെ സ്വർണ്ണ നിറമാർന്ന ചട്ടകൾ ചിന്നിയിരുന്നു. മഹാരഥന്മാർ മണ്ണിൽ പൊടിയണിഞ്ഞ് ശയിച്ചു. തെറിച്ചു വീണ വാളും പരിചയും വില്ലുകളുമൊക്കെ അവരുടെ അരികെ ചിതറിക്കിടന്നു. യുദ്ധഭൂമിയിലെ ഭീതിതമായ കാഴ്ചകൾ കണ്ട് ഭാരത സ്ത്രീകൾ മണ്ണിൽ വീണുരുണ്ട് നിലവിളിച്ചു. അല്പനാൾ മുമ്പ് വരെ അവരുടെ പ്രിയപ്പെട്ടവരായിരുന്നവരാണ് യുദ്ധഭൂമിയിൽ ജഡമായി കിടക്കുന്നത്. കഴുകന്മാരും ചെന്നായ്ക്കളും യുദ്ധഭൂമിയുടെ ബീഭത്സത വർദ്ധിപ്പിച്ചു. കുറുനരികൾ ശ്മശാനഭൂമിയിൽ ഘോഷയാത്ര നടത്തി. ഒരിക്കൽ രാജകീയ ശയ്യകളിൽ കിടന്നുറങ്ങിയവർ വെറും നിലത്ത് നിശ്ചലരായി ശയിച്ചു. മരണം കരാളനൃത്തമാടിയ ഇടത്തിൽ അവർ എല്ലാ വേദനകളും മറന്ന് ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിച്ച് ഉറങ്ങി. നാടുവാണിരുന്നപ്പോൾ സുഖഭോഗങ്ങളിൽ അഭിരമിച്ചിരുന്നവർ, ശത്രുതയിൽ ആഹ്ലാദം കണ്ടെത്തിയവർ, അധികാരത്തിൻ്റെ ഉയരങ്ങളിലിരുന്ന് ഉറക്കച്ചിരിച്ചവർ, അത് നൽകുന്ന ഐശ്വര്യത്താൽ മത്തുപിടിച്ചിരുന്നവർ, ഛത്രചാമരങ്ങളുടെ പരഭാഗ ശോഭയിൽ സിംഹാസനങ്ങളിലിരുന്ന് അഹങ്കാരത്തോടെ ആക്രോശിച്ചവർ, അഴകിയ രാവണന്മാരായി അരങ്ങുവാണിരുന്നവർ, സ്തുതിപാഠകരുടെ ഉണർത്തുപാട്ട് കേട്ട് വിവാദങ്ങളെ എതിരേറ്റിരുന്നവർ, അവരൊക്കെ കട്ടപിടിച്ച രക്തത്തിൽ പൊടിയണിഞ്ഞു കിടന്നു. ചിലർ ഗദകളെ കെട്ടിപ്പിടിച്ചു കിടന്നു. വേറെ ചിലർ അവരുടെ പ്രിയപ്പെട്ട ആയുധങ്ങളെ പുണർന്ന് ഏതോ ഓർമ്മയിൽ ഉണരാത്ത ഉറക്കമുറങ്ങി. ചിലരുടെ ശരീരത്തിൻ്റെ കാന്തി അസ്തമിച്ചിരുന്നില്ല. ശവന്തീനി മൃഗങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞുമാറി തക്കം പാർത്തു നിന്നു. രാജകുമാരിമാരുടെ വിലാപങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു. പല സ്ത്രീകളും ബോധരഹിതരായി പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങളിൽ വീണു. വേറെ ചില സ്ത്രീകൾ അറ്റുപോയ തലകൾ കബന്ധങ്ങളോട് കൂട്ടിച്ചേർത്ത് അവ തങ്ങളുടെ പ്രിയപ്പെട്ടവരല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉറക്ക കരഞ്ഞു. ചിലർ അപ്രകാരം ചെയ്ത് പ്രിയന്മാരെ തിരിച്ചറിഞ്ഞു കരഞ്ഞു. ചില രാജസ്ത്രീകൾ വീണുകിടക്കുന്ന ഭർത്താക്കന്മാരുടെ പൊടിപുരണ്ട ശരീരങ്ങളിൽ വീണ് ഉരുണ്ടു. അരികെ കിടന്നിട്ടും പ്രിയപ്പെട്ടവൻ തിരിച്ചറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കി ചിലർ ഭ്രാന്ത് പിടിച്ചവരെ പോലെ സ്വയം മറന്ന് നിലവിളിച്ചു. കുറേയേറെ സ്ത്രീകൾ യുദ്ധഭൂമിയിലിരുന്ന് സ്വയം തലയിലും മാറത്തും കൈകൊണ്ടടിച്ചുകൊണ്ടിരുന്നു. ദുരന്ത ദൃശ്യങ്ങൾ കണ്ടു മടുത്ത് ഗാന്ധാരി ബോധം നഷ്ടപ്പെടാതെ വല്ലപാടും പിടിച്ചു നിന്നു. ഗാന്ധാരിയുടെ മക്കൾ. ഗാന്ധാരി മൂത്തപുത്രനായ ദുര്യോധനൻ്റെ മൃതശരീരം കണ്ടു. വെട്ടിയിട്ട വാഴ പോലെ അവർ ബോധരഹിതയായി വീണു.
അല്പനേരം കഴിഞ്ഞ് ബോധം വീണ്ടെടുത്ത ധൃതരാഷ്ട്രപത്നി സുയോധനൻ്റെ മൃതദേഹം പുണർന്ന് അലമുറയിട്ടു. അവരാകെ കണ്ണുനീരിൽ കുതിർന്നു നിന്നു. ഗാന്ധാരി പറഞ്ഞു, പടവെട്ടാൻ പോകുന്ന ദുര്യോധനൻ തനിക്ക് വിജയം ആശംസിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് യഥോധർമ്മസ്തതോ ജയ എന്ന് പറഞ്ഞു. ധർമ്മമുള്ളയിടത്ത് ജയമുണ്ട്. കൃഷ്ണ, ധൃതരാഷ്ട്രൻ്റെ കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം നിരാലംബനാണ്. എന്തായാലും എൻ്റെ മകൻ ധീരൻ തന്നെ. അവൻ ഇപ്പോൾ കിടക്കുന്നത് ഭൂമിയുടെ ശയ്യയിൽ. അവൻ്റെ ശരീരം കുറുക്കൻ ആക്രമിക്കുകയാണ്. അത് കണ്ടു നിൽക്കാൻ എനിക്കാവതില്ല. എൻ്റെ മകൻ അവൻ്റെ നയവൈകല്യം മൂലം മരിച്ചു. ഭൂമി ഭരിച്ച എൻ്റെ മകൻ അതാ മണ്ണിൽ കിടക്കുന്നു. അവൻ ഭരിച്ച നാട് സമ്പൽ സമൃദ്ധമായിരുന്നു. ലക്ഷ്മണൻ്റെ അമ്മ അതാ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഭർത്താവും മകനും മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ വിലപിക്കുകയാണ്. ഞാൻ അത് എങ്ങനെ കണ്ടു നിൽക്കും കൃഷ്ണ? കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനു വേണ്ടിയല്ല ഗാന്ധാരി വിലപിക്കുന്നത്. അവരുടെ വിലാപം ദുഃഖകരമായ ഒരാത്മാലാപം പോലെ നീണ്ടുപോയി. മറ്റൊരു ഭാഗത്ത് ദുശാസനൻ കിടന്നു. ഭീമൻ ഗദ കൊണ്ട് അവനെ കൊന്നു വീഴ്ത്തി. ഗാന്ധാരിയുടെ 100 മക്കൾ പലയിടത്തായി വീണുകിടന്നു. അവരെ കാണാനെത്തിയ പത്നിമാർ പ്രയാസപ്പെട്ട് ശവന്തീനി പക്ഷികളെ ആട്ടിയകറ്റാൻ ശ്രമിക്കുകയാണ്. ദുശാസനൻ്റെ പത്നി മൃതശരീരത്തിനടുത്തു തന്നെ ഇരുന്ന് വിലപിക്കുന്നുണ്ട്. ചില സ്ത്രീകൾ മക്കളെ തട്ടിയുണർത്താൻ വൃഥാ ശ്രമിക്കുകയാണ്. ചിലർ വളരെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. ചില യോദ്ധാക്കളുടെ മനോഹരമായ ശിരസ് മാത്രം കാണപ്പെട്ടു. ശരീരം കാണാനുണ്ടായിരുന്നില്ല. ആഭരണങ്ങൾ ചാർത്തിയ ആ മുഖങ്ങൾ കണ്ട് പ്രിയപ്പെട്ടവർ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. സുന്ദരികളായ രാജപത്നിമാർ കൂട്ടത്തോടെ നിലവിളിച്ചു. അതൊന്നും കാണാതെ കേൾക്കാതെ ദുശാസനൻ്റെ മൃതദേഹം കിടന്നു. യോദ്ധാക്കളുടെ ശതചന്ദ്രപ്പരിചകളും സൂര്യകാന്തി ധ്വജങ്ങളും ചിതറിക്കിടന്നു. ഭീമൻ ചോര കുടിച്ച ദുശാസനൻ്റെ ശരീരം അമ്മയുടെ മുന്നിൽ അനാഥമായി കിടന്നു. സിംഹം കൊന്നുവീഴ്ത്തിയ ആന പോലെ എന്ന് ഇതിഹാസം. ഭീമൻ അവനിൽ കഠിനമായ ബലം പ്രയോഗിച്ചിട്ടുണ്ടെന്ന് ദുശാസനൻ്റെ കിടപ്പു കണ്ടാൽ അറിയാം. ഗാന്ധാരി പിന്നെ കൃഷ്ണനോട് വീണുകിടക്കുന്ന തൻ്റെ മകൻ വികർണനെക്കുറിച്ച് പറഞ്ഞു കേണു. ഭീമൻ്റെ പ്രഹരമേറ്റ് വികർണൻ കിടന്നു. ഗാന്ധാരി മകനെ നോക്കി നിന്നു. വികർണൻ നല്ലവനായിരുന്നു. എന്നാൽ യുയുത്സുവിനെപ്പോലെ, രാമായണത്തിലെ വിഭീഷണനെപ്പോലെ കൂറുമാറിയില്ല. അതുകൊണ്ട് കൊല്ലപ്പെട്ടു. വികർണൻ്റെ മഹാഭുജങ്ങൾ കഴുകന്മാർ കൊത്തിവലിച്ചു കൊണ്ടിരുന്നു. അത് കണ്ടു നിൽക്കാനാകാതെ ഗാന്ധാരി ദൃഷ്ടികൾ പിൻവലിച്ചു. കഴുകന്മാരെ ആട്ടിയോടിക്കാൻ ശ്രമിച്ചുകൊണ്ട് വികർണൻ്റെ പത്നി മൃതദേഹത്തിനരികെയിരുന്ന് കരഞ്ഞു. രാജകീയമായ ഐശ്വര്യത്തിൽ കഴിഞ്ഞ വികർണൻ അനാഥനെപ്പോലെ മണ്ണിൽ പൊടിയണിഞ്ഞ് കിടക്കുന്നു. തൊട്ടടുത്ത് ഗാന്ധാരീപുത്രനായ ദുർമുഖൻ വീണുകിടന്നു. അയാളുടെ പാതിമുഖം മാത്രം ബാക്കി. മറുപകുതി ശവംതീനികൾ തിന്നുകഴിഞ്ഞിരുന്നു. വേറൊരിടത്ത് ചിത്രസേനൻ എന്ന ഗാന്ധാരീപുത്രൻ അതാ കിടക്കുന്നു. സ്ത്രീകളുടെ വിലാപശബ്ദങ്ങളും ശവന്തീനി മൃഗങ്ങളുടെ ഓരിയിടലും യുദ്ധഭൂമിയിൽ നിന്ന് ഒപ്പം ഉയർന്നു. അതാ അപ്പുറത്ത് വിവിംശതിയുടെ ജഡം, ദേവകന്യകകൾ മോഹിച്ച ദുസ്സഹൻ്റെ ജഡം മറ്റൊരിടത്ത് കിടന്ന് അഴുകി. അഭിമന്യു, കൗരവ മഹാരഥന്മാർ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊന്ന അഭിമന്യു കുരുക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് കിടന്നു. ഇനിയും തിളക്കം മുഴുവനും വിട്ടുമാറിയിട്ടില്ലാത്ത അവൻ്റെ ശരീരം നോക്കി ഗാന്ധാരി വിതുമ്പി. അവനെ ഒരു നിമിഷം മടിയിലെടുത്ത് ഓമനിക്കാൻ അവർക്ക് തോന്നി. അരികെ അഭിമന്യുപത്നിയായ ഉത്തര നിലവിളിച്ചുകൊണ്ടിരുന്നു. ഗാന്ധാരി അത് ഹൃദയവേദനയോടെ നോക്കി നിന്നു. കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ അഭിമന്യു എങ്ങനെ മരിച്ചു എന്ന് ഗാന്ധാരി വേദനയോടെ ചോദിച്ചു. അഭിമന്യുവിൻ്റെ മുടിയിൽ രക്തം കട്ട പിടിച്ചു കിടന്നു. ദുശാസനപുത്രൻ തലക്കടിച്ചാണല്ലോ അവനെ വീഴ്ത്തിയത്. ഉത്തര എന്ന യുവതിയായ പത്നി നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു. കൃഷ്ണൻ്റെ ഭാഗിനേയൻ, അർജുനൻ്റെ പുത്രൻ അഭിമന്യു ഇനി ഒരു ഓർമ്മ മാത്രം. ഇതിഹാസം ഏറെ പ്രാധാന്യത്തോടെയാണ് യുദ്ധഭൂമിയിൽ കിടക്കുന്ന അഭിമന്യുവിൻ്റെ ചിത്രം വരച്ചു വയ്ക്കുന്നത്. മരിച്ചിട്ടും മരിക്കാതെ കിടന്ന സൗഭദ്രൻ്റെ ശരീരത്തിലേക്ക് ശവംതീനികൾ ഇനിയും എത്തിയിരുന്നില്ല. കർണൻ, മഹാരഥനായ കുന്തിപുത്രൻ കർണൻ കുരുക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് വീണുകിടന്നു. ദയനീയമായ ആ കാഴ്ച ഗാന്ധാരി അവിശ്വസനീയതയോടെ നോക്കി നിന്നു. ലോകം കണ്ട വില്ലാളി വീരൻ, അർജുനൻ്റെ ഒത്ത എതിരാളി. ഇവനെ കണ്ടാണ് തൻ്റെ മക്കൾ അഹങ്കരിച്ചിരുന്നത് എന്ന് ഗാന്ധാരി ഓർത്തു.
കർണൻ്റെ ചുറ്റുമിരുന്ന് പത്നിമാർ അലമുറയിട്ട് കരഞ്ഞു. യുധിഷ്ഠിരൻ്റെ പേടിസ്വപ്നമായിരുന്നു കർണൻ. 13 വർഷം കർണനെ ഭയന്ന് ഉറങ്ങാതിരുന്നു എന്ന ഒരതിശയോക്തി ഇതിഹാസത്തിൽ കാണാം. കർണനിൽ നിന്നുമേറ്റ അപമാനഭാരത്തിന് യുധിഷ്ഠിരൻ തൻ്റെ പ്രിയപ്പെട്ട അനുജൻ അർജുനനെ പോലും നിഷ്ഠുരമായി തള്ളിപ്പറഞ്ഞു. കർണൻ്റെ തൊട്ടടുത്ത് പുത്രനായ വൃഷസേനൻ വീണുകിടന്നു. സുഷേണൻ്റെ മാതാവ് കർണൻ്റെ അരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. കർണനുണ്ടെങ്കിൽ യുദ്ധം ജയിക്കും എന്ന് തൻ്റെ മക്കൾ വെറുതെ സ്വപ്നം കണ്ടു. യുദ്ധഭൂമിയിൽ അനാഥനായി കിടന്ന കർണൻ്റെ ശാപകഥകൾ ഗാന്ധാരി വേദനയോടെ ഓർത്തെടുത്തു. കർണപത്നിമാർ മോഹാലസ്യപ്പെട്ട് വീഴുന്നത് ഗാന്ധാരി കണ്ടു. അവർ കർണൻ്റെ മൃതശരീരത്തിൽ വീണു കരഞ്ഞു. കുറുക്കനും ചെന്നായയും കർണൻ്റെ മൃതദേഹം പാതി ഭക്ഷിച്ചു തീർത്തിരുന്നു. കുരുക്ഷേത്ര ദർശനം തുടരുന്നു. യുദ്ധഭൂമിയിൽ ഒരിടത്ത് കൗരവ മഹാരഥനായ ജയദ്രഥൻ്റെ ശരീരം കാണപ്പെട്ടു. ആ ശരീരം കുറുക്കന്മാരും കുറുനരികളും ചേർന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. തൊട്ടടുത്ത് ബാൽഹീകൻ കിടക്കുന്നുണ്ട്. അതിനടുത്തതാ ആവന്ത്യൻ. ജയദ്രഥൻ്റെ തലയില്ലാത്ത ശരീരമാണ് ശവംതിനികൾ വലിച്ചു കൊണ്ടുപോയിരുന്നത്. 11 അക്ഷൗഹിണികളെ പിളർത്തിയാണ് പാർത്ഥൻ ജയദ്രഥനെ വധിച്ചത് എന്ന് ഗാന്ധാരി ഓർത്തെടുത്തു. അയാളുടെ പത്നിമാർ കൂട്ടമായി നിലവിളിച്ചുകൊണ്ടിരുന്നു. മൃതദേഹത്തെ ആക്രമിക്കുന്ന മൃഗങ്ങളെ കണ്ട് സ്ത്രീകൾ ഉറക്കെ വിലപിച്ചു. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. പത്നിമാർ തഴുകാൻ ശ്രമിക്കുന്ന ജയദ്രഥൻ്റെ ശരീരം ശവന്തീനി മൃഗങ്ങൾ അരികെയുള്ള കുണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. അവർക്ക് അത് തടയാനാകുന്നില്ല. ഗാന്ധാരി പെട്ടെന്ന് ദുശ്ശളയെ ഓർത്തു. എവിടെ അവൾ? തൻ്റെ ഒരേയൊരു മകൾ. അവൾ ഇന്ന് വിധവയായിരിക്കുന്നു. ഗാന്ധാരി ഒന്നുകൂടി നോക്കി. അതാ അവൾ, ദുശ്ശള. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ തൻ്റെ ഒരേയൊരു മകൾക്ക് ഇതൊക്കെ സഹിക്കാനാകും? ഗാന്ധാരി ഉറക്കെ കൃഷ്ണനോട് പറഞ്ഞു. ദുശ്ശളയാതാ അലമുറയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും കൃഷ്ണ? അവൾ എൻ്റെ ഒരേയൊരു മകളല്ലേ? അവൾ ഇന്ന് വിധവയായില്ലേ? ഈ യുദ്ധം ഞങ്ങൾ സ്ത്രീകൾക്ക് എന്താണ് നൽകിയത്? എല്ലാം യുദ്ധം കവർന്നെടുത്തില്ലേ? എൻ്റെ സ്നുഷകളും ഇപ്പോൾ വിധവകളായി മാറി. ഇതിൽ കൂടുതൽ എന്തു ദുരന്തമാണ് ഇനി എനിക്ക് വരാനുള്ളത്? ശല്യൻ, ഭീഷ്മൻ, ദ്രോണൻ. യുദ്ധത്തിൻ്റെ അവസാന ദിനങ്ങളിലൊന്നിൽ യുധിഷ്ഠിരൻ വധിച്ച ശല്യൻ എന്ന സേനാപതിയുടെ മൃതശരീരം കുരുക്ഷേത്രത്തിൽ കിടന്നു. ഗാന്ധാരി ഇനിയും കാന്തിമങ്ങാത്ത ആ ശരീരം നോക്കി. അദ്ദേഹത്തിൻ്റെ മനോഹരമായ കണ്ണുകൾ കാക്ക കൊത്തുകയാണ്. ഗാന്ധാരി മുഖം തിരിച്ചു. മദ്രകുല സ്ത്രീകൾ ചുറ്റും നിന്ന് കരയുന്നുണ്ട്. തൊട്ടടുത്ത് ഭഗദത്തൻ തൻ്റെ വലിയ ആനത്തോട്ടിയുമായി വീണുകിടന്നു. അയാളുടെ അഴകാർന്ന മുടിയുടെ ഭംഗി നശിച്ചിരുന്നില്ല. മുടിയിൽ ചൂടിയ മാല വാടിയിരുന്നുവെങ്കിലും മുടിയിൽ നിന്ന് അടർന്നു വീണിരുന്നില്ല. ഭഗദത്തൻ്റെ ശരീരത്തിനായി ചെന്നായ്ക്കൾ കാത്തുനിന്നിരുന്നു. ഗാന്ധാരി ഉറക്ക കരഞ്ഞ് മുഖം തിരിച്ചു. തൊട്ടടുത്ത് മഹാനുഭാവനായ ഭീഷ്മൻ കിടന്നു. 10 ദിവസം യുദ്ധം നയിച്ച കൗരവ സേനാപതി, 10,000 കൊന്നു തള്ളിയവൻ. 3 അമ്പുകൾ തലയിണയാക്കി ഭീഷ്മൻ ശരശയ്യയിൽ കിടന്നു. അദ്ദേഹം അപ്പോഴും മരിച്ചിരുന്നില്ല. താൻ ചെയ്ത പാതകങ്ങൾക്ക് സ്വയം പശ്ചാത്താപം ചെയ്യുകയാണോ എന്ന് തോന്നും വണ്ണം അദ്ദേഹം കുരുക്ഷേത്രം എന്ന നരകഭൂമിയിൽ സ്വയം ശിക്ഷയേറ്റ് ശരശയ്യയിൽ കിടന്നു. മരിക്കാനുള്ള സമയം ഇനിയുമായിട്ടില്ല എന്ന് ഭീഷ്മൻ കരുതി. ഭീഷ്മൻ്റെ അരികെ ദ്രോണൻ്റെ ശരീരം കിടക്കുന്നുണ്ട്. പുകഴ്പെറ്റ വില്ലാളി വീരൻ, ഗുരു, മരിക്കുന്ന നിമിഷം വരെ ആയിരങ്ങളെ കൊന്നൊടുക്കിയ സേനാപതി, കടുത്ത നിരാശയിലകപ്പെട്ട് തൻ്റെ വിശേഷപ്പെട്ട അസ്ത്രങ്ങൾ സാധാരണ പടയാളികൾക്കു നേരെ അനവധാനതയോടെ പ്രയോഗിച്ച് യുദ്ധഭൂമിയിൽ നാശം വിതച്ചവൻ, പരാക്രമമൊക്കെ അവസാനിപ്പിച്ച് കുരുക്ഷേത്രത്തിൽ വീണുകിടന്നപ്പോഴും തലയില്ലാത്ത ആ ശരീരത്തിന് തിളക്കം തോന്നിച്ചു. അദ്ദേഹത്തിൻ്റെ കൈ വില്ലിനെ കൂട്ടിപ്പിടിച്ചിരുന്നു. കൃപൻ്റെ സോദരിയും ദ്രോണൻ്റെ പത്നിയുമായ കൃപി യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ ഭർത്താവിന് ശേഷക്രിയ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സാത്യകി വീഴ്ത്തിയ ഭൂരിശ്രവസ് മറ്റൊരിടത്ത് കിടന്നു. സാത്യകിയെ വെട്ടാനൊരുങ്ങിയ അയാളുടെ കൈ അർജുനൻ കടയ്ക്കൽ വച്ച് മുറിച്ചിട്ടിരുന്നു. അയാളുടെ പത്നിമാർ മൃതദേഹത്തിനരികെ നിന്ന് കരയുന്നുണ്ട്. പാർത്ഥനാണ് തങ്ങളുടെ ഭർത്താവിൻ്റെ കൈ മുറിച്ചിട്ടത് എന്ന് പറഞ്ഞ് അവർ വിലപിച്ചു. ബീഭത്സമായ പ്രവൃത്തി ചെയ്തു. ശകുനി അതാ ദൂരെ ഒരിടത്ത് കിടക്കുന്നുണ്ട്. ഹസ്തിനപുരിയിലെ 4 സംഘത്തെ നയിച്ച കുടിലബുദ്ധി, കള്ളച്ചൂതിൻ്റെ മഹാഗുരു, മായാവി,
ഗാന്ധാരി തൻ്റെ സഹോദരൻ ചെയ്ത പാതകങ്ങൾ ഒന്നൊന്നായി ഓർത്തു. സ്വന്തം സോദരനെ ഏറെ വൈകിയാണ് ഗാന്ധാരി വിലയിരുത്തുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ യുദ്ധം ഒരു മിഥ്യയാകുമായിരുന്നു. ശകുനി ചൂതുകളിച്ചില്ലായിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നു. മരിച്ചതിന് ശേഷം സഹോദരനെ ദുഷ്ടൻ എന്നാണ് ഗാന്ധാരി വിളിക്കുന്നത്. തൻ്റെ മകനെ കൂടുതൽ ദുഷ്ടതകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് തൻ്റെ സഹോദരൻ തന്നെ. അങ്ങനെയല്ലായിരുന്നെങ്കിൽ കഥ മാറിയേനെ എന്ന് ഗാന്ധാരി കണ്ണീരോടെ ഓർത്തു. എന്നാൽ ഭർത്താവിനോട് പറഞ്ഞോ സ്വയം നേതൃത്വം കൊടുത്തോ ശകുനിയെ ഗാന്ധാരത്തേക്ക് തിരിച്ചയക്കാൻ ശ്രമിച്ചില്ല എന്ന് ആഴമേറിയ കുറ്റബോധത്തോടെ ഗാന്ധാരി വിചാരിച്ചിരിക്കണം. കുരുക്ഷേത്രത്തിൽ നടന്ന ഓരോ പാതകവും ഗാന്ധാരി കൃഷ്ണനിലേക്ക് ചേർത്തു വയ്ക്കുകയായിരുന്നു. അപ്രകാരം എല്ലാ പാതകങ്ങളുടെയും ഉത്തരവാദിത്വം ഗാന്ധാരി കൃഷ്ണനിൽ ചാർത്തി. ഓരോ വധവും അവർ കൃഷ്ണൻ കാരണമാണ് എന്നു കരുതി. അതിൻ്റെ ഫലമാണ് സ്ത്രീപർവ അവസാനത്തിലെ ഗാന്ധാരിയുടെ ശാപം. യുദ്ധം ഒഴിവാക്കാൻ താൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന കടുത്ത ആത്മനിന്ദയും നിരാശയും കൃഷ്ണനെ കുറ്റപ്പെടുത്താനുള്ള മാനസികാവസ്ഥയെ കൂടുതൽ ബലവത്താക്കി. ചെയ്യേണ്ടത് ചെയ്യേണ്ട കാലത്ത് ചെയ്യാത്തതിലുള്ള ഗാന്ധാരിയുടെ മാനസിക സമ്മർദ്ദവും കൃഷ്ണശാപത്തിലേക്ക് വഴിവെച്ചു. തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് 1000 പ്രതിസന്ധികളെ മറികടക്കാൻ അറിയാവുന്ന കൃഷ്ണൻ ചെയ്തില്ല എന്ന ചിന്തയുടെ ഫലമായിരുന്നു ഗാന്ധാരി ശാപം. ചില കാര്യങ്ങളൊക്കെ കൃഷ്ണൻ്റെ പ്രഭാവത്തിനും അപ്പുറത്താണെന്നും അവർക്ക് കാണാനായില്ല. ഭർതൃപിതാവായ വ്യാസൻ എന്തുകൊണ്ട് മഹായുദ്ധം തടഞ്ഞില്ല എന്നൊരു ചോദ്യം ഗാന്ധാരി എന്ന അമ്മയുടെ ഉള്ളിൽ തെളിയുന്നേയില്ല. ഭർത്താവിനെ അവർ ഏറെയൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. തൻ്റെ ദൂത് പരാജയപ്പെട്ട സമയത്ത് ധൃതരാഷ്ട്രന് അതിനുശേഷം യുദ്ധം ഒഴിവാക്കാൻ ചെയ്യാനുള്ളത് എന്താണെന്ന് കൃഷ്ണൻ സൂചിപ്പിച്ചിരുന്നു. സ്വന്തം പുത്രനാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ആർക്ക് വേണമെങ്കിലും മഹാഭാരത യുദ്ധം ഒഴിവാക്കാമായിരുന്നു. കുന്തിദേവിക്ക് കർണൻ സ്വന്തം പുത്രനാണെന്ന് പറയാമായിരുന്നു. ഭീഷ്മൻ അത് പറയാമായിരുന്നു. കൃഷ്ണനും ആ വാർത്ത പരസ്യമാക്കാമായിരുന്നു. ഏറെ വൈകി കാര്യം മനസ്സിലാക്കിയ കർണനും അത് ചെയ്തില്ല. കൂറുമാറാതെ തന്നെ കർണനത് ചെയ്യാമായിരുന്നു. ചെയ്യാതിരിക്കാൻ കാരണമുണ്ട്. നിയതിയുടെ നിശ്ചയമാണ് എല്ലാം എന്നൊരു ശക്തമായ ആഖ്യാനധാര ഇതിഹാസം മുന്നോട്ട് വയ്ക്കുന്നതുകൊണ്ടാണത്. നിയതിയുടെ നിശ്ചയമാണ് എല്ലാം എന്നൊരു ശക്തമായ ആഖ്യാനധാര ഇതിഹാസം മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടാണ് അത്. കൃഷ്ണദ്വൈപായനൻ്റെ മഹാമൗനം അതിൻ്റെ പ്രതീകമത്രേ. പിൻവാക്ക്. സ്ത്രീപർവത്തിൽ വിവരിക്കുന്ന ഗാന്ധാരിയുടെ കൂടെയുള്ള ഭാരത സ്ത്രീകളുടെ യുദ്ധാനന്തര കുരുക്ഷേത്ര സന്ദർശനത്തിൻ്റെ വിവരണം തീർത്തും അസാധാരണമായി അനുഭവപ്പെടുന്നതാണ്. ഇത്രയേറെ ബീഭത്സ ദൃശ്യങ്ങളുടെ വിവരണം പഴയ കൃതികളിൽ കുറവാണ്. ഒട്ടേറെ വിശദാംശങ്ങളോടെയാണ് ഇതിഹാസകാരൻ ശ്മശാന ഭൂമിയുടെ ചിത്രം വരച്ചു വയ്ക്കുന്നത്. അത് വായനക്കാരനിൽ ചിലപ്പോൾ വൈരസ്യം ജനിപ്പിച്ചേക്കാം. മറ്റൊരർത്ഥത്തിൽ ഭാരത ഇതിഹാസം വിരസാവസാനമാണ് എന്ന് സംസ്കൃത നിരൂപകനായ ആനന്ദവർദ്ധനൻ പറഞ്ഞു. ജീവിത പ്രതീക്ഷ അറ്റ അന്ത്യമാണ് ഭാരതകഥയ്ക്ക് എന്ന് സംസ്കൃതത്തിലെ മറ്റൊരു നിരൂപകനായ കുന്തകനും നിരീക്ഷിച്ചു. ശവംതീനികൾ ആക്രമിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കിടയിലൂടെ ഗാന്ധാരിയുടെ സ്നുഷകൾ മുടിയഴിച്ചിട്ട് ഏകവസ്ത്രധാരിണികളായി കുരുക്ഷേത്രത്തിൽ അലമുറയിട്ടുകൊണ്ട് ഓടുന്ന ചിത്രം ഹൃദയഭേദകമത്രേ. മരണം താണ്ഡവമാടിയ കുരുക്ഷേത്രത്തിൻ്റെ ബീഭത്സമുഖം അതേപോലെ വരച്ചു വച്ചിരിക്കുകയാണ് ഇതിഹാസകാരൻ. മഹായുദ്ധങ്ങൾ തീർക്കുന്നത് കണ്ണുനീരിൻ്റെ സാഗരങ്ങളാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഇതിഹാസകാരൻ. സ്ത്രീപർവത്തിലെ അവസാന അധ്യായത്തിൽ കുന്തി കർണൻ തൻ്റെ മകനാണ് എന്ന് തുറന്നു പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ ഞെട്ടുന്നു. എല്ലാവരും സ്തബ്ധരാകുന്നു. അതും യുദ്ധത്തിൻ്റെ നിഷ്ഫലത പ്രഖ്യാപിക്കുന്നതാണ്. അക്കാര്യം കുന്തി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നു. കുന്തിയുടെ തെറ്റിന് യുധിഷ്ഠിരൻ ശിക്ഷിക്കുന്നത് മുഴുവൻ സ്ത്രീവർഗത്തെയാണ്. സ്ത്രീകൾക്ക് ഒരിക്കലും രഹസ്യം സൂക്ഷിക്കാൻ കഴിയാതിരിക്കട്ടെ എന്ന വിചിത്രമായ ശാപം. അമ്മയുടെ ഭാഗത്തു വന്ന തെറ്റിന് സ്ത്രീവർഗത്തിന് മുഴുവൻ ശിക്ഷ. യുധിഷ്ഠിരൻ്റെ നീതിബോധം തലതിരിഞ്ഞതായി മാറുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളുണ്ട് ഇതിഹാസത്തിൽ. യുദ്ധാന്തര ശ്മശാന വിവരണത്തിൽ ചിലപ്പോഴൊക്കെ അനുചിതമായൊരാഖ്യാനം കടന്നു വരുന്നുണ്ട്. സീതാവിരഹത്താൽ ദുഃഖിച്ച് വിലപിക്കുന്ന രാമൻ്റെ വാക്കുകളിൽ കടന്നു വരുന്ന
ശൃംഗാരരസ സംബന്ധിയായ വാക്കുകൾ രാമൻ്റെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് എന്ന് വാൽമീകിയുടെ രാമൻ എന്ന ഉപന്യാസത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കഠിനമായ വെറുപ്പും ദുഃഖവും ഉണ്ടാക്കുന്ന യുദ്ധരംഗ ദൃശ്യങ്ങളുടെ വിവരണത്തിനിടയ്ക്ക് സംഭോഗ ശൃംഗാര സംബന്ധിയായ പദാവലികൾ കടന്നുവരുന്നത് സ്വാഭാവികമായും വൈരസ്യമുണ്ടാക്കിയേക്കാം. ഭൂരിശ്രവസിനെക്കുറിച്ച് പറയുന്നിടത്തും മറ്റു ചിലയിടത്തും അങ്ങനെ അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ കാണാം. ഹോമറിൻ്റെ ഗ്രീക്ക് ഇതിഹാസമായ ഇലിയഡിലും മറ്റൊരു തരത്തിലുള്ള പൈശാചിക ദൃശ്യങ്ങൾ സുലഭമാണ്. ഇലിയഡിലെ കേന്ദ്ര കഥാപാത്രമായ അക്കില്ലസ് എന്ന ഗ്രീക്ക് യുദ്ധവീരൻ തൻ്റെ ശത്രുവായ ട്രോജൻ രാജകുമാരൻ ഹെക്ടറെ വധിച്ച ശേഷം അയാളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ദിവസങ്ങളോളം തൻ്റെ രഥത്തിൻ്റെ പിറകിൽ കെട്ടിയിട്ട് കുതിരകളെ കൊണ്ട് വലിപ്പിക്കുന്നത് പോലുള്ള ബീഭത്സ കാഴ്ചകൾ വിവരിക്കപ്പെടുന്നത് കാണാം. യുദ്ധകൃതികളിൽ ആവർത്തിച്ചു വരുന്ന ആഖ്യാന രീതി ആണ് അത്. സ്ത്രീപർവത്തിൽ വിവരിക്കുന്നത് പോലുള്ള ഭീതിതമായ രണാങ്കണ ദൃശ്യ പ്രദർശനം കൊണ്ടൊന്നും മനുഷ്യന് യുദ്ധനൈഷ്ഫല്യബോധം സ്ത്രീപർവത്തിൽ വിവരിക്കുന്നത് പോലുള്ള ഭീതിതമായ രണാങ്കണ ദൃശ്യ പ്രദർശനം കൊണ്ടൊന്നും മനുഷ്യന് യുദ്ധ നൈഷ്ഫല്യബോധം ഉണ്ടാക്കുവാനോ അവൻ്റെ യുദ്ധാഭിമുഖ്യം കുറയ്ക്കുവാനോ സാധിച്ചിട്ടില്ലെന്ന് ചരിത്രം പറയുന്നു. അധികാര തൃഷ്ണയുടെ കഴുകൻ കണ്ണുകൾ എന്നും സങ്കരങ്ങളുടെ മഹാസാധ്യതകളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. മൃത്യുവിൻ്റെ വണിക്കുകൾ പല വേഷങ്ങൾ കെട്ടി പല കാലങ്ങളിൽ പലതരം രൂപഭാവങ്ങളോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വ്യക്തിധീരതയുടെ വീരാപദാന കഥകൾ പാടി മന്ദബുദ്ധികളായ മനുഷ്യർ വംശഹത്യയുടെ പ്രചാരകരായി തുടർന്നുകൊണ്ടിരിക്കും. ഹരേ.